അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ-ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. ഈ മെയ് ദിനത്തിൻ്റെ ഉത്ഭവം ചരിത്രം പരിശോധിച്ചാൽ 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിലെ തൊഴിലാളി സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അന്ന് തൊഴിലാളികൾക്ക് നിശ്ചിത ജോലി സമയം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും 10 മുതൽ 16 മണിക്കൂർ വരെ കഠിനമായി തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നതായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. അങ്ങനെ 1886 മെയ് 1 അമേരിക്കയിലെ ഷിക്കാഗോയിൽ 8 മണിക്കൂർ ജോലി ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചു. മെയ് 4 ഷിക്കാഗോയിലെ ഹേമാർക്കറ്റ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ സ്ഫോടനവും തുടർന്നുള്ള പോലീസ് വെടിവെപ്പും വലിയ ദുരന്തമായി മാറി. ഇതിൽ നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു, അനേകം പേർക്ക് പരിക്കേറ്റു. 1889 പാരീസിൽ ചേർന്ന സോഷ്യലിസ്റ്റ് തൊഴിലാളി സംഘടനകളുടെ അന്താരാഷ്ട്ര സമ്മേളനം ഹേമാർക്കറ്റ് രക്തസാക്ഷികളുടെ സ്മരണാർത്ഥം മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ഐക്യദാർഢ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1890 മെയ് 1 ആണ് ലോകമെമ്പാടും ഔദ്യോഗികമായി മെയ് ദിനം ആരംഭിച്ചത്. 1890 മെയ് 1. നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആരംഭിച്ചത് 1923 മെയ് 1 അത് തമിഴ്നാട്ടിലെ അന്നത്തെ മദ്രാസ്, ഇന്ന് ചെന്നൈ എന്ന് അറിയപ്പെടുന്ന ആ ചെന്നൈയിലായിരുന്നു. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാന്റെ നേതൃത്വത്തിൽ സിംഗാരവേലു ചെട്ടിയാറാണ് ഇതിന് മുൻകൈ എടുത്തതെന്ന് ചരിത്രത്തിൽ കാണാം. ഇന്ത്യയിൽ ആദ്യമായി ചുവപ്പ് പതാക ഉയർത്തിയതും അന്നാണ്. ഇന്ന് ലോകത്തെ മിക്ക രാജ്യങ്ങളിലും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രതീകമായി മെയ് ദിനം പൊതു അവധി ദിനമായി ആഘോഷിക്കുന്നു. 18, 19 നൂറ്റാണ്ടുകളിലാണ് തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർന്നതെങ്കിലും ലോകത്തുള്ള വിവിധ മതങ്ങളൊക്കെ തൊഴിലാളികളുടെ താല്പര്യത്തിനോടൊപ്പം എന്നും നിലകൊണ്ടവരാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാം തൊഴിലാളികളോടുള്ള ഇസ്ലാമിന്റെ സമീപനം എപ്രകാരമായിരുന്നെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഇസ്ലാം തൊഴിലിനെ മഹത്വവൽക്കരിക്കുന്നുണ്ട്. വലിയ മഹത്വമുള്ള ഒരു ഇബാദത്തായിട്ടാണ് ഇസ്ലാം തൊഴിലിനെ കാണുന്നത്. മിഖ്ദാദ് ഇബ്നു മാദി കരിബാർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ അകല അഹദുൻ തആമൻ ഖൈറൻ മിൻ അയ്യഅകല മിൻ അമലി യദിഹി വൈന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉത്തമമായത് ആരും തന്നെ കഴിച്ചിട്ടില്ല. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തൊഴിലെടുത്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായത് ആരും കഴിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ നബിയായ ദാവൂദ് അലൈഹിസ്സലാം തന്റെ കൈകൊണ്ട് അധ്വാനിച്ച് അതിന്റെ വിഹിതം കൊണ്ട് ഭക്ഷിക്കുന്നവരായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അഫ്ദലുൽ കസ്ബി അമലുർ റജുൽ ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ. ഏറ്റവും നല്ല സമ്പാദ്യം ഒരാൾ തന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നതാണ്. അതുപോലെ എല്ലാം മാതൃകാപരമായ വ്യാപാരവുമാണ്, കച്ചവടമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തൊഴിലെടുത്ത് സമ്പാദിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെ സമ്പാദിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവരുടെ കൂലി നൽകണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. തൊഴിലാളി അവരുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവർക്ക് വിഹിതം നൽകണം, അവിടെ കൂലി കൊടുക്കണം. ഇത് നബിയുടെ കേവലം ഉപദേശമല്ല, ആ ഉപദേശം ലംഘിക്കുന്നവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. സലാസത്തുൻ അന ഹസ്മുഹു, 3 വിഭാഗം ആളുകൾക്ക് ഞാൻ എതിരായിരിക്കുമെന്ന് നബി തങ്ങൾ പറയുകയും അതിലൊന്ന് എന്റെ പേരിൽ കരാറുണ്ടാക്കി ലംഘിക്കുന്നവർ, രണ്ടാമത്തവർ സ്വതന്ത്രനെ അടിമയാക്കി വിറ്റ് ആ വില അന്നമായി കഴിക്കുന്നവർ, മൂന്നാമത്തത് തൊഴിലാളിയെ ജോലിക്ക് ഉപയോഗപ്പെടുത്തി അവന്റെ അധ്വാനത്തിന് പണം നൽകാത്തവൻ. അള്ളാഹുവിന്റെ റസൂല് അവരുടെ ശത്രുവാണ്. തൊഴിലാളിയെ ജോലിക്ക് ഉപയോഗപ്പെടുത്തി അവന്റെ അധ്വാനത്തിന് പണം നൽകാത്തവൻ, അവനോട് അള്ളാഹുവിന്റെ റസൂല് ശത്രുത വരുത്തിയിട്ടുണ്ട്. ഇതില് ജോലിയെടുത്തവരുടെ ശമ്പളം തടഞ്ഞു വെക്കുന്നതും അന്യായമായ ശമ്പളം കുറക്കുന്നതും കാലത്തിനനുസരിച്ച് അവർക്ക് ശമ്പള പരിഷ്കരണം വരുത്താതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതുമൊക്കെ ഇതിൽ പെടും. അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂല് അവരോട് ശത്രുത പുലർത്തിയിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൊഴിലാളികളുടെ കാര്യം പ്രത്യേകിച്ച് പരിഗണിക്കണം, അല്ലെങ്കിൽ വലിയ ഭവിഷ്യത്താണ് ഉണ്ടാകുക എന്നതിന് മനസ്സിലാക്കാം.
നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അടിമകൾ തൊഴിലാളികളായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അന്ന് ഇസ്ലാം മുതലാളിമാരോട് പറഞ്ഞത്, നിങ്ങളുടെ അടിമകൾ അള്ളാഹു നിങ്ങൾക്ക് അധികാരം നൽകിയ നിങ്ങളുടെ സഹോദരന്മാരാണ്, ഇഖ്വാനക്കും, നിങ്ങളുടെ സഹോദരന്മാരാണ് എന്നാണ് പറഞ്ഞത്. അതിനാൽ നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ അടിമകൾ അള്ളാഹു നിങ്ങൾക്ക് അധികാരം നൽകിയ നിങ്ങളുടെ സഹോദരന്മാരാണ്. അതിനാൽ അവർ നിങ്ങളുടെ നിയന്ത്രണത്തിലാകുമ്പോൾ നിങ്ങൾ കഴിക്കുന്നത് തന്നെ അവർക്ക് നൽകണം, നിങ്ങൾ ധരിക്കുന്നത് തന്നെ അവർക്ക് ധരിപ്പിക്കണം. താങ്ങാൻ കഴിയാത്തത് അവരുടെ മേൽ നിങ്ങൾ ചുമത്തരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ കൂടി അവരെ സഹായിച്ചു കൊടുക്കണം, അവരെ ഒറ്റക്കാക്കരുത് അധ്വാനിക്കുമ്പോൾ. അപ്പോ സമത്വം, തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും സമത്വമാണ് വിശുദ്ധ ഇസ്ലാം ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ കഴിക്കുന്നത് തന്നെ തൊഴിലാളിക്കും കൊടുക്കണം, നമ്മൾ ധരിക്കുന്നത് തന്നെ തൊഴിലാളിക്കും ധരിപ്പിക്കണം. താങ്ങാൻ കഴിയാത്തത് അവിടെ ചുമത്തരുത്. അങ്ങനെ ചുമത്തപ്പെടേണ്ടി വന്നാൽ അവരോട് നമ്മൾ സഹകരിച്ചു കൊടുക്കണം. അടിമ തൊഴിലാളികളായിരുന്ന കാലഘട്ടത്തിൽ അടിമകളോട് പുലർത്തേണ്ട സമീപനത്തെക്കുറിച്ചാണ് ഈ ഹദീസിലൂടെ ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത്. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തന്റെ അടിമയായ തൊഴിലാളിയെ മാതാവിനെ വിളിച്ച് അധിക്ഷേപിച്ചപ്പോ, മാതാവിനെ അധിക്ഷേപിച്ച് ശാസിച്ചപ്പോ ആ അടിമയുടെ പരാതി കേട്ട ഹബീബ റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം കേട്ട അബൂദർ റളിയല്ലാഹു അൻഹു പിന്നീട് അടിമകൾ ധരിക്കുന്ന പോലെയുള്ള സമാന വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു തന്റെ ശിഷ്ടകാലം ജീവിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം എപ്പോഴും അത് ഊഷ്മളമായിരിക്കണം. അവർ തമ്മിൽ ശത്രുതാപരമായ സമീപനം ഉണ്ടായത്. തൊഴിലുടമ തൊഴിലാളിയെ ശത്രുവായി കാണരുത്, തൊഴിലാളി തൊഴിലുടമയെ ശത്രുവായി കാണരുത്. പരസ്പരം സ്നേഹം വേണം, അവിടെയുള്ള ബന്ധം ഊഷ്മളമായിരിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്രം ഖസസ് സൂറത്തുൽ ഖസസിൽ 15 മുതൽ 29 വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നതിൽ നിന്ന് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം എപ്രകാരം ഊഷ്മളമായിരിക്കണമെന്നതിനെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചതായി കാണാം. അബദ്ധത്തിൽ ഒരു കൊപ്റ്റിക്കിനെ വധിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഇറാഖിലെ മദിയനിലേക്ക് നാടുകടന്ന് അവിടെ വിശ്രമിക്കുമ്പോൾ അതിനടുത്ത് ഇടയന്മാർ കാലികൾക്ക് വെള്ളം കൊടുക്കാറുള്ള ഒരു കിണറുണ്ടായിരുന്നു. അവിടെ പുരുഷന്മാരുടെ തിരക്കുകളിൽ നിന്ന് മാറി തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന 2 സ്ത്രീകളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രദ്ധിച്ചു. പിതാവ് വൃദ്ധനാണെന്നും വീട്ടിൽ വെള്ളം കോരാൻ മറ്റാരുമില്ലെന്നും അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോ ആ 2 പെൺകുട്ടികൾക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം കോരി കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ കാണാം. പുതിയൊരു അനുഭവമായി വീട്ടിലെത്തിയ പെൺമക്കൾ ശുഐബ് നബി അലൈഹി സ്വലാം ആകുന്ന തങ്ങളുടെ പിതാവിനോട് സംഭവം ധരിപ്പിച്ചു. അങ്ങനെ ആ മക്കൾ ഒരാൾ ശുഐബ് നബിയോട് പറഞ്ഞു, പിതാവെ, വെള്ളം കോരിത്തന്ന ആ മനുഷ്യനെ നമുക്ക് കൂലിക്കാരനായിട്ട് നിശ്ചയിക്കാം. ഇന്ന ഖൈറമീൻ, അദ്ദേഹം ശക്തിമാനാണ്, വിശ്വസ്തനാണ്, അതുകൊണ്ട് നമുക്ക് അദ്ദേഹം നല്ല തൊഴിലാളിയായിരിക്കും, അതുകൊണ്ട് തൊഴിലാളിയായി നിയമിക്കാമെന്ന് പറഞ്ഞപ്പോ മകളുടെ വാക്ക് കേട്ട് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകളെ അയച്ച് മൂസാ നബിയെ വിളിച്ചു കൊണ്ടുവരുന്ന ചരിത്രം ഖുർആനിൽ കാണാം. അങ്ങനെ മൂസാ നബിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഈജിപ്തിൽ നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ശേഷം ആ മദിയനിൽ നിങ്ങൾ സുരക്ഷിതനാണ്, നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട എന്ന സുരക്ഷിതത്തിന്റെ വാഗ്ദാനം ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിക്ക് നൽകുകയും അങ്ങനെ തന്റെ ആ 2 പെൺമക്കളിൽ നിന്ന് ഒരു പെൺമകളെ വിവാഹം കഴിച്ചു കൊടുത്തു. 8 വർഷം ആടുമയ്ക്കാനുള്ള കരാറിൽ ആയിരുന്നു ആ വിവാഹം. ശുഐബിന് പറഞ്ഞു, 10 വർഷമാണെങ്കിൽ അത് നിങ്ങളുടെ വകയാണ്, 8 വർഷത്തിന് പകരമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്, 10 വർഷമാണെങ്കിൽ നിങ്ങളുടെ വകയാണ്, പക്ഷെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം, ശുഐബ് നബിയും മൂസാ നബിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി. തൊഴിലാളി ഉടമ ബന്ധത്തിലെ ഊഷ്മളമായ ബന്ധത്തിന് ഉദാഹരണമായി മാറി. മൂസാ നബി അലൈഹി സ്വലാം 10 വർഷം ആടിനെ മേയിച്ചു കൊടുത്തു. 2 വർഷം കൂടുതലായി ആടിനെ വെച്ച് തൊഴിലുടമക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് സേവനം ചെയ്തു കൊടുത്തു. തൊഴിലുടമ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും വേണ്ടുവോളം വിഹിതവും കൊടുത്തു. അങ്ങനെ ആണ് 10 വർഷം പൂർത്തിയാക്കിയ ശേഷം ആ ഭാര്യയും കൂട്ടി വരുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഴി ലഭിച്ചതെന്ന് ഖുർആനിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ തൊഴിലാളി തിരിച്ചും ആത്മാർത്ഥത കാണിക്കണം, തൊഴിലുടമ തൊഴിലാളിയോടും ആത്മാർത്ഥത കാണിക്കണമെന്ന് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മൂസാ നബിയുടെയും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. തൊഴിലാളി തിരിച്ച് ആത്മാർത്ഥത കാണിക്കുമ്പോൾ ആ തൊഴിലാളിക്ക് ഭയങ്കര പ്രതിഫലമുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട്. ഒരു ജീവനക്കാരൻ തന്നെ തൊഴിലുടമയുടെ ക്ഷേമം നോക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്താൽ അയാൾക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ കാണാം. അള്ളാഹിനെ ആരാധിച്ചതിന്റെ പ്രതിഫലം, തൊഴിലുടമയുടെ ക്ഷേമം നോക്കിയതിന്റെ പ്രതിഫലം.
ആ തൊഴിലാളിക്ക് 2 പ്രതിഫലമുണ്ട്. അതുപോലെ ഒരു തൊഴിലാളി ജോലി ചെയ്യുകയും അങ്ങനെ ശരിയായത് സ്വീകരിക്കുകയും ശരിയായത് നൽകുകയും ചെയ്താൽ അതാ നല്ല നിലക്ക് അധ്വാനം അങ്ങോട്ടേക്ക് നൽകി തിരിച്ച് മുതലാളി ശരിയായത് ഇവന് കൊടുത്ത് ശരിയായത് സ്വീകരിച്ചു. അങ്ങനെ ഹലാലായ സമ്പത്തുമായി അയാൾ വീട്ടിലേക്ക് മടങ്ങുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ഒരു മുജാഹിദിനെ പോലെയാണ്, യോദ്ധാവിനെ പോലെയാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പോ വെറുതെ തൊഴിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. യാചകനായി തൊഴിലെടുക്കാതെ യാചകനായി വന്ന മനുഷ്യനെ കോടാലി വാങ്ങിക്കൊടുത്ത് തൊഴിലെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോ തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും അധികം ശബ്ദമുയർത്തിയതും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെന്നത് വ്യക്തമായി നിർദ്ദേശിച്ചതും വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ആധുനിക കാലഘട്ടത്തിൽ മെയ് 1 ലോക തൊഴിലാളി ദിനമായി പലരും ആചരിക്കുമ്പോൾ പല സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും അവരുടെ മഹത്വം പറയുമ്പോൾ നൂറ്റാണ്ട് 14 മുമ്പ് ഈ വിഷയത്തിൽ ഉത്തമമായ മാതൃക ലോകത്ത് കാഴ്ചവെച്ചത് വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവരുടെ ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു തങ്ങളും ഈ വിഷയത്തിൽ ലോകത്തിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയതായി വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തൊഴിലിന് വിളിക്കുന്ന തൊഴിലുടമകൾ, അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ അള്ളാന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി വഞ്ചനയില്ലാതെ നല്ല നിലക്ക് പെരുമാറിയാൽ ഇഹത്തിലും പരത്തിലും വലിയ നേട്ടം അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ നല്ല നിലക്ക് അവരോട് പെരുമാറാനും തൊഴിലുടമകളോട് ആത്മാർത്ഥമായി ജോലി ചെയ്യാനും ഉള്ള ഒരു അന്തരീക്ഷം ഈ ലോകത്ത് സംജാതമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഇണകളെയും മക്കളെയും കുട്ടികുടുംബങ്ങളെയും സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഗുണാംശങ്ങൾ ദുആ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.